ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതായത് സെയിം രീതിയിൽ വരുന്ന ഒരു സെന്റൻസിനെ ആളുകൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ രണ്ട് രീതിയിലാണ് അത് പറയുന്നത്. അതെങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഒരു എക്സാമ്പിൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കോളും. ഓക്കെ, സോ അതായത് നമ്മളിപ്പോൾ പറയുകയാണ് കാറിൻ്റെ ഡോർ. എങ്ങനെ പറയും? കാറിൻ്റെ ഡോർ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പറയാം? നമുക്ക് ദ ഡോർ ഓഫ് എ കാർ എന്ന് പറയാം. ദ ഡോർ ഓഫ് എ കാർ എന്ന് പറയാം. ഇനി പകരം ഒരാൾ വരാണ് ടീച്ചറിന്റെ ബാഗ് എന്നുള്ളൊരു സെന്റൻസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യാം? യെസ്, ദ ടീച്ചേഴ്സ് ബാഗ് എന്നാണ് യൂസ് ചെയ്യുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലായി എന്നുള്ളത്. അതായത് ഒരു ആളുടെ എന്തെങ്കിലും ഒരു സാധനം എന്ന്, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ ഒരു സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ അതൊരു നോൺ ലിവിങ് തിങ് ആണ് എന്നുണ്ടെങ്കിൽ ഓഫ് എന്നുള്ളൊരു യൂസേജ് അവിടെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അതായത് ഡോറിന്റെ ലോക്ക് എന്ന് പറയാം. ഡോറിന്റെ ലോക്ക്, ഡോർ എന്ന് പറയുന്നത് ഒരു ജീവനില്ലാത്ത വസ്തുവാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ ലോക്ക് ഓഫ് ദ ഡോർ എന്നുള്ള രീതിയിൽ പറയാം. ഇനി അതല്ല, ടിവിയുടെ റിമോട്ട് എന്നാണെങ്കിലോ ദ റിമോട്ട് ഓഫ് ദ TV ഇങ്ങനെ പറയാം. ഇനി AC-യുടെ റിമോട്ട് ആണെങ്കിലോ ദ റിമോട്ട് ഓഫ് ദ AC ഇങ്ങനെ നമുക്ക് പറയാം. അതായത് ജീവനില്ലാത്ത ഒരു വസ്തുവിന്റെ മറ്റൊരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം എന്ന് പറയുന്നതിന് നമ്മൾ ഓഫ് എന്നുള്ള ഒരു യൂസേജ് അവിടെ നമ്മൾ പ്രയോഗിക്കണം. ഓക്കെ, പക്ഷെ പകരം ഒരാളുടെ എന്തെങ്കിലും വസ്തു എന്നാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ സാരി എന്നെങ്ങനെയാ പറയാ? മദേഴ്സ് സാരി എന്ന് പറയാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിന്റെ ബുക്ക് എന്നെങ്ങനെ പറയാം? എൻ്റെ ഫ്രണ്ടിന്റെ ബുക്ക്, മൈ ഫ്രണ്ട്സ് ബുക്ക്, മൈ ഫ്രണ്ട്സ് ബുക്ക് എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്തിൻ്റെങ്കിലും ഒരു സാധനം എന്ന് പറയുകയാണെങ്കിൽ, അത് ജീവനില്ലാത്ത വസ്തുവിന്റെ ഒരു സാധനം എന്നാണെങ്കിൽ നമ്മൾ അവിടെ ഓഫ് എന്നുള്ള ഒരു യൂസേജ് ആഡ് ചെയ്തിട്ടാണ് പറയേണ്ടത്. പകരം ഒരു ലിവിങ് തിങ്, ഒരാളുടെയോ അല്ലെങ്കിൽ ജീവനുള്ള മറ്റെന്തെങ്കിലും വസ്തുവിന്റെയോ ഒരു വസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സിമ്പിൾ ആയിട്ട് ഒരു അപ്പോസ്ട്രോഫി യൂസ് ചെയ്തിട്ട് മദേഴ്സ് കാർ അല്ലാന്നുണ്ടെങ്കിൽ ഫാദേഴ്സ് ബൈക്ക് ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഞാനൊരു സെന്റൻസ് തരാം, ജസ്റ്റ് ഞാനൊരു മലയാളം സെന്റൻസ് തരാം, നിങ്ങൾ അതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ സെന്റൻസസ് ഡോക്ടറിന്റെ വീട്, ഡോക്ടറിന്റെ വീട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ പറയാന്നുള്ളത് ജസ്റ്റ് കമന്റ് ബിലോ. ഓക്കെ, എങ്ങനെയാണ് വരിക എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.